അടിമാലി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. ഓരോ ഇടങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഉയരവിളക്കുകളിലെ എല്ലാ ലൈറ്റുകളും ഒരേപോലെ പ്രകാശിക്കാത്തതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ബസ് സ്റ്റാൻഡ് പരിസരം, സെൻട്രൽ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഉയരവിളക്കിന്റെ ഭാഗമായി ഒന്നിലേറെ ലൈറ്റുകൾ അവയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലൈറ്റുകൾ പൂർണ്ണമായി ഒരേ തോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. ചില ഉയരവിളക്കുകളിൽ ഒന്നിലേറെ ലൈറ്റുകൾ പ്രകാശിക്കാത്തതായി ഉണ്ട്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ഒന്നോ രണ്ടോ ലൈറ്റുകൾ കത്തിപ്പോകുന്നത് മൂലം നമുക്ക് അടിമാലി ടൗണിന് ആവശ്യമായ ഒരു വെട്ടം എല്ലാ പ്രദേശത്തും ലഭിക്കുന്നില്ല. ഹൈമാക്സ് ലൈറ്റുകൾ കൂടി അതിൻ്റെ മെയിൻ്റനൻസുകളൊക്കെ നടത്തി എല്ലാ ലൈറ്റുകളും തെളിയത്തക്ക രീതിയിലുള്ള സംവിധാനം ഉണ്ടാകാൻ പഞ്ചായത്ത് ശ്രദ്ധിക്കണം. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം നന്നായ രീതിയിൽ കത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനാവശ്യമായ മെയിൻ്റനൻസുകൾ നടത്തണം. ഇത് ഇല്ലാതെ വരുന്നത് നമ്മുടെ മേഖലയിലെ ഒരു സുരക്ഷിതത്വത്തിന് വളരെ പ്രശ്നമാണ്. നമുക്ക് യാത്രക്കാർക്ക് എല്ലാ കടകളൊക്കെ അടച്ചു പോയി കഴിഞ്ഞാൽ കടകളിലെ വെട്ടങ്ങളും തീർന്നു, തൊട്ട് വരുന്ന പഞ്ചായത്ത് തെരുവ് വിളക്കുകളും കത്താതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇരുളിമ നമ്മുടെ അടിമാലി ടൗണിൽ നിലനിൽക്കുകയാണ്. ഇത് ഒന്ന് പഞ്ചായത്ത് പരിഹരിച്ച് നമ്മുടെ ടൗണിൻ്റെ ആവശ്യമായ വെട്ടത്തിനുള്ള വഴിയോര വിളക്കുകളും ഹൈമാക്സ് ലൈറ്റുകളും നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് ഞങ്ങളുടെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നത്. പകൽ സമയത്തെന്ന പോലെ രാത്രികാലത്തും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ വന്നു പോകുന്ന ടൗണാണ് അടിമാലി. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സമീപകാലത്തായി ടൗണിൽ മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വർദ്ധിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. രാത്രികാലത്ത് നായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു. ഇതിനൊപ്പമാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കാത്തത്.